ഹായ് ഗൈസ്, കുറച്ച് എയർ ഡ്രൈ ക്ലേ ഉണ്ടാക്കിയാലോ. ഇതിനായിട്ട് നമുക്ക് കുറച്ച് പശ, അതുപോലെ നോൺ സ്റ്റിക്ക് ആയുള്ള കപ്പ്, നോൺ സ്റ്റിക്ക് ആയുള്ള പാൻ, ഇതൊക്കെയാണ് വേണ്ടത്. പിന്നെ പശയുടെ അളവ് അനുസരിച്ചിരിക്കും നമ്മുടെ ക്ലേയുടെ അളവെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 3-4 ചെപ്പ് പശ എടുത്തിട്ടുണ്ടായിരുന്നു. ഫെവിക്കോൾ ആയാലും യൂസ് ചെയ്യാം, നമുക്ക് അത്രയും പശ കിട്ടിയിട്ടുണ്ടായി. ഇനി എനിക്ക് കുക്കിംഗ് ചെയ്യണോ കുക്കിംഗ് ചെയ്യേണ്ടതെന്നുള്ള ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അവസാനം കുക്കിംഗ് ചെയ്യാൻ തന്നെ വിചാരിച്ചിട്ട് അമ്മയുടെ പണ്ടത്തെ ഒരു അപ്പച്ചട്ടിയാണ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള പാൻ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് കോൺഫ്ലോർ ഇതുപോലെ ലൂസായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ വെറും 29 രൂപയ്ക്ക് കിട്ടും. അത് ഞാൻ 1:1 റേഷ്യോയിലാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് ഓയിൽ, അതുപോലെ വിനേഗർ. ഇത് 1 ടീസ്പൂൺ വെച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇവിടെയാണ് എനിക്കൊരു മണ്ടത്തരം പറ്റിയത്. പിന്നെ ഇവിടെ കാരണം ഞാനിത് കടയിൽ കൊണ്ട് വീഡിയോ നോക്കിയിട്ടാണ് ഇത് കുക്കിംഗ് ചെയ്തത്. പക്ഷേ എന്താണ് കുക്കിംഗ് കുറച്ച് പാളിപ്പോയപ്പോൾ സംഭവം ഇത്രയും ഹാർഡായിട്ട് കിട്ടി. സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഉള്ള മോയ്സ്ചറൈസർ ഫുള്ള് യൂസ് ചെയ്ത സംഭവം നല്ല സോഫ്റ്റാക്കി ഇങ്ങനെയൊക്കെ എടുത്തു ഗൈസ്. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. ഇതുപോലെ പ്ലാസ്റ്റിക് കവർ കൊണ്ട് നമുക്ക് ഇതുപോലെ കവർ ചെയ്തിട്ട് ഒരു ചെപ്പിനുള്ളിൽ സൂക്ഷിക്കാം. അപ്പോൾ സംഭവം ഇങ്ങനെയുണ്ട്, സെറ്റല്ലേ? അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യും. ബൈ.